കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ബുദ്ധന്റെ നമ്മളിപ്പം ഈ റോഡിൽ കൂടി നടന്നു പോയപ്പോഴത്തേക്ക് കണ്ട ഒരു ക്ഷേത്രമാണ്, ഒരു ബുദ്ധക്ഷേത്രമാണ്. അങ്ങനെ നമ്മൾ 3 പേരും കൂടി ഒന്ന് കയറിയതാണ്. ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ ചെറിയൊരു ക്ഷേത്രമാണെങ്കിലും ചെറിയൊരു ടെമ്പിൾ ആണെങ്കിലും ഭയങ്കര ആംബിയൻസ് ആണ്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇരുന്ന് പോകും. കുറേ നേരം നമുക്ക് ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ കുറേ നേരം ഇവിടെ ഇരുന്നിട്ട് ഇപ്പോൾ തിരിച്ച് റൂമിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ തോന്നിയത്. വേറെ ഒന്നുമല്ല, ഈ ക്ഷേത്രത്തിന്റെ 4 വശത്തും ഓപ്പണിംഗ് ആണ്. 4 സൈഡിൽ നിന്നും നമുക്ക് ഒരേ രീതിയിലുള്ള വ്യൂ ആണ് കിട്ടുന്നത്. പിന്നെ പോരാതെ തന്നെ ഇതിന് ചുറ്റാകെ നല്ലൊരു ആംബിയൻസ് ആണ്. നമുക്ക് ഈ ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഏരിയയിലുള്ള ക്ഷേത്രമാണെങ്കിലും ഭയങ്കര ആംബിയൻസ് ആണ്. അവർ ഗാർഡനിങ് ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ ലൈറ്റനിങ് ആണെങ്കിലും എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഇവിടെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു തായ്ലാൻഡുകാരൻ ബുദ്ധ വിശ്വാസിയായ ഒരു ചേട്ടനാണ്. അപ്പം ആ ചേട്ടൻ വന്ന ഉടനെ തന്നെ നമ്മളോട് തൊഴുകയിട്ട് കൂപ്പിട്ടിട്ടാണ് നമ്മൾ അകത്തോട്ട് കയറ്റിയതും. നമ്മളോട് ഒരുപാട് നല്ല രീതിയിൽ ഒരു ചിരിച്ചുകൊണ്ടുള്ള മുഖം ആണ് നമ്മൾ ഇത്രയും നേരം പുള്ളിയെ കണ്ടത്. അങ്ങനെ പുള്ളിയോട് ചോദിച്ചു വീഡിയോ എടുത്തോട്ടാന്ന് ചോദിച്ചു, വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഒരു വീഡിയോയിലേക്ക് എടുത്തത്. അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന്റെ ചുറ്റുപാടുമുള്ള ഒരു ഗാർഡനിങ്ങും കാര്യങ്ങളെല്ലാം ഒന്ന് കാണിച്ചു തരാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക്. ഇതാണ് നമ്മുടെ ക്ഷേത്രം. റോഡിൽ നിന്ന് കാണുന്ന ഒരു ഫ്രണ്ട് വ്യൂ. നല്ല മനോഹരമായിട്ടൊരു നല്ലൊരു ഗോപുരമായിട്ടാണ് പണിഞ്ഞേക്കുന്നത്. നമ്മൾ കയറി വരുമ്പോഴുള്ള ഫസ്റ്റ് ഫേസാണ് ബുദ്ധൻ്റെ ഈ കാണുന്നത്. അകത്ത് നല്ല മനോഹരമായിട്ട് ബുദ്ധൻ്റെ 4 ഫേസുള്ള പ്രതിമയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഈ കോർണറിലായിട്ട് ഒരു നല്ലൊരു പ്രതിമ ഉണ്ട്. ഈ ഡ്രാഗൺ ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നുന്ന സാധനമാണ്. നന്നായിട്ട് പണിഞ്ഞു വെച്ചിട്ടുണ്ട് ഡ്രാഗൺ. പിന്നെ കുറേ കൊച്ചു പ്രതിമകൾ, കുറേ മനോഹരമായ ആർട്ട് വർക്കിൽ കൊച്ചു പ്രതിമകൾ. ഇതാണ് സെക്കൻഡ് ഫേസ് കേട്ടോ. സെക്കൻഡ് ഫേസ് ഇതാണ്. അവിടുന്ന് ആ ഒരു സൈഡിലും ഉണ്ട് ഒരു ഡ്രാഗൺ. അതിൻ്റെ ഫേസ് വേറൊരു സൈഡിലോട്ടാണെങ്കിലും അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയിലാണ് ഈ ഡ്രാഗൺ എല്ലാം പണിഞ്ഞേക്കുന്നത്. ഇപ്പുറത്ത് വരുമ്പോഴത്തേക്കും അതുപോലെ കുഞ്ഞു പ്രതിമകൾ എല്ലാ 2 സൈഡിലായിട്ടും വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഇതാണ് തേർഡ് ഫേസ്. നമ്മൾ മൂന്നാമത്തെ മുഖം ഇതാണ് ബുദ്ധൻ്റെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ 4ാമത്തെ വശത്തോട്ട് പോകുമ്പോഴത്തേക്ക് കാണുന്ന അവിടെയും ഒരു ഡ്രാഗൺ ഉണ്ട്. അവിടെ നല്ല മനോഹരമായിട്ട് അതേ സെയിം നല്ല ഭംഗിയുള്ള ഡ്രാഗൺ. നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാൻ. ഇത് ഭയങ്കര അട്രാക്റ്റീവാണ് ഈ ഡ്രാഗൺ. അതുപോലെ തന്നെ ആ കോർണറിൽ നമ്മുടെ മുകളിൽ കോർണറിലായിട്ടൊരു നല്ലൊരു പ്രതിമയുണ്ട്. നല്ല ഗോൾഡൻ കളറിൽ നല്ലൊരു പ്രതിമ ഉണ്ട്. അതിനെ കണ്ടു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ കണ്ടു നിന്നു കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്നൊന്നും അറിയില്ല, പക്ഷെ കാണാൻ ഭയങ്കര അട്രാക്റ്റീവാണ്. കാണാൻ നല്ല ഭംഗിയാണ്. എന്നിട്ട് നമ്മുടെ 4ാമത്തെ ഫേസ്, ബുദ്ധൻ്റെ 4ാമത്തെ ഫേസ് ഇതാണ്. 4ാമത്തെ ഫേസ്. ഈ ഗോപുരം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഗോപുരം കാണാനായിട്ട്. നമുക്കിനി ഗാർഡനിങ് കാണാം. ഇവർ ചെയ്തു വെച്ചേക്കുന്ന ഗാർഡനിങ് വളരെ മനോഹരമായിട്ടുള്ള ഗാർഡനിങ് ആണ്. കുഞ്ഞു നല്ല ചെടികൾ വെച്ചിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള നല്ല വെറൈറ്റി മരങ്ങളാണ് വെച്ചേക്കുന്നത്. അതുപോലെ നല്ല നടപ്പാത, മെറ്റിലൊക്കെ നിരത്തി ഇൻ്റർലോക്കൊക്കെ ഇട്ട നല്ല നടപ്പാത. ഈ ചെടികൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവരെല്ലാം നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എല്ലാം നല്ല വൃത്തിയായിട്ട് നോക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫേസ് വ്യൂ. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഗാർഡനിങ്ങിലൂടെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇരിക്കാനുള്ള ഒരു തിട്ടയൊക്കെ അവർ കെട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇവിടെയും നല്ല ചെടികൾ വെച്ചിട്ട് നല്ല വൃത്തിയായിട്ടുള്ള ഗാർഡനിങ് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. 3ാമത്തെ ഫേസാണ് ഈ കാണുന്നത്. എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഡ്രാഗൺ ആട്ടോ. 4 കോർണറിലുള്ള ഡ്രാഗൺ കാണാൻ നല്ല ഭംഗിയാണ്. 4 സൈഡിലും ഡ്രാഗണാണോ മയിലാണെന്ന് അറിയില്ല, നല്ല ഭംഗിയിൽ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അവിടുത്തെ ചെന്നപ്പോൾ തന്നെ ആ തായ്ലാൻഡ് ചേട്ടൻ നമുക്ക് 3 പേർക്കും തിരി കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ കരുതി പൈസയ്ക്കായിരിക്കും എന്ന് ചോദിച്ചു. കാരണം ഓരോ കവർ തിരി ഉണ്ടായിരുന്നു. അപ്പം പൈസയ്ക്കാണെന്ന് ചോദിച്ചിട്ട് ആദ്യം വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മളത് പുള്ളി പറഞ്ഞു ഫ്രീ എന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രീ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വാങ്ങി. കാരണം നമ്മൾ പൈസ എടുക്കാണ്ടാണ് നടക്കാനായിട്ട് പോയതല്ല, പൈസ ഒന്നും കയ്യിലില്ലായിരുന്നു. പിന്നെ അത് വാങ്ങി 4 സൈഡിലും 4 ഫേസിലും കൊണ്ടുപോയി കത്തിച്ച് പോന്നിട്ട് പ്രാർത്ഥിച്ചു. ഈ ചേട്ടനാണ് ഇവിടെ എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇവിടുത്തെ മേൽനോട്ടം മൊത്തം ചേട്ടനാണ്. നമ്മൾ വന്ന ഉടനെ ഇങ്ങനെയാണ് ചേട്ടൻ വെൽക്കം ചെയ്തത്. തൊഴുതുകൊണ്ടാണ് വെൽക്കം ചെയ്തത്. അതിനുശേഷം നമുക്ക് 2-3 പേർക്കും ഒരു കെട്ട് തിരിവീതം കൊണ്ടുവന്ന് നമ്മളിവിടെ കത്തിച്ച് വെക്കാൻ പറഞ്ഞു. 4 ഭാഗത്തായിട്ടായി കത്തിച്ച് വെക്കാൻ പറഞ്ഞു. ഒരുപാട് സന്തോഷത്തോടെ, ഒരുപാട് നല്ല ഒരു സ്നേഹത്തോടെയാണ് ഈ ചേട്ടൻ നമ്മളെ ഈ ബുദ്ധക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്തത്. കാരണം ഒരുപാട് നന്ദിയുണ്ട്.